ഇനി നേരെ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ഇന്ന് ചേരും. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനുള്ള അജണ്ട യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്യും. അതേസമയം മുൻ സമ്മേളനങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങളും ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കഴിഞ്ഞ സമ്മേളനമൊക്കെ വളരെ പ്രക്ഷുബ്ധമായിരുന്നു. കാരണം ഒരു നടപടിയിലേക്കും കടക്കാൻ സർക്കാരിനെ ഒന്ന് അനുവദിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറാവാത്ത രീതിയിൽ ബഹളം വയ്ക്കുന്നു. പക്ഷേ എന്നിട്ടും തന്ത്രപ്രധാനമായ പല നിയമങ്ങളും കേന്ദ്ര സർക്കാർ പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട യോഗത്തിന്റെ അജണ്ടകൾ എന്തൊക്കെയാണ്? ശ്യാമ, ജനുവരി 28, അതായത് നാളെ മുതൽ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അത് ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇത്തവണ നീണ്ടു നിൽക്കുന്നത്. ആദ്യഘട്ടം ജനുവരി 28, അതായത് നാളെ മുതൽ ഫെബ്രുവരി 13 വരെയും രണ്ടാം ഘട്ടം മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയുമാണ് ഈ ബജറ്റ് സെഷൻ നീണ്ടു നിൽക്കുന്നത്. 30 സിറ്റിംഗ് ഇതിൽ ആകെ ഉണ്ടാകും. ഫെബ്രുവരി 1-നാണ് ഈ ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി അതിന് മുന്നോടിയായുള്ള നടപടി എന്ന നിലയിലാണ് നിലവിലിപ്പോൾ ഈ ബജറ്റ് സെഷന് മുന്നോടിയായുള്ള ഈ ഒരു സർവകക്ഷി യോഗം ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് കേന്ദ്രമന്ത്രി. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് പ്രധാന ദേശീയ വിഷയങ്ങളും നിയമനിർമ്മാണ പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഈ സർവകക്ഷി യോഗത്തിൽ പറയുന്നത്. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനുള്ള അജണ്ട ഈ യോഗത്തിൽ ചർച്ചയാകും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം പ്രതിപക്ഷം മുൻപ് ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അത് SIR-മായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ വീണ്ടും ചർച്ചയാകാനുള്ള സാധ്യത ഈ സർവകക്ഷി യോഗത്തിൽ കാണുന്നുണ്ട്. സഭ പ്രക്ഷുബ്ധമാകുമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ തവണത്തെ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് മറ്റ് പോംവഴികളില്ല, പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ബജറ്റ് സമ്മേളനം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ കേന്ദ്രവും തയ്യാറെടുത്തിട്ടുണ്ട്.